നമസ്കാരം. തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ വിഭാഗം IB ഉദ്യോഗസ്ഥയായിരുന്ന മേഘയുടെ മരണത്തിൽ അന്വേഷണം ശക്തമാക്കി പോലീസ്. മേഘയുടെ മരണത്തിൽ ആരോപണ വിധേയനായ IB ഉദ്യോഗസ്ഥൻ സുഗാന്തിനെ തെരഞ്ഞ പോലീസ് വീട്ടിലെത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഇതോടെ സുഗാന്ത് ഒളിവിലാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇയാൾ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതായിട്ടാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. ജീവനൊടുക്കുന്നതിന് തൊട്ടു മുൻപ് പാളത്തിലൂടെ നടക്കുമ്പോൾ 4 തവണയാണ് മേഘയും സുഗാന്തുമായി സംസാരിച്ചതെന്ന് പോലീസ് പറയുന്നു. ഫോൺ രേഖകൾ പരിശോധിക്കുമ്പോൾ 8 സെക്കൻഡ് വീതം മാത്രമാണ് ഈ വിളികൾ നീണ്ടിട്ടുള്ളത്. ഈ ഫോൺ വിളികൾ എന്തിനായിരുന്നുവെന്നും എന്തായിരുന്നു ലക്ഷ്യമെന്നുമാണ് പോലീസ് തിരയുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ സെക്യൂരിറ്റി അസിസ്റ്റന്റായ സുഗാന്ത് സുരേഷ് ലീവിലാണ്. രാജസ്ഥാനിലെ ജോധ്പൂരിൽ നടന്ന ട്രെയിനിങ്ങിനിടയിലാണ് സുഗാന്തുമായി മേഘ അടുപ്പത്തിലാകുന്നത്. പലതവണ സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് മേഘ പണം മാറ്റിയിട്ടുണ്ട്. അപൂർവമായി മാത്രമാണ് തിരികെ സുഗാന്തിന്റെ അക്കൗണ്ടിൽ നിന്നും പണം ഇട്ടിട്ടുള്ളത്. സുഗാന്തിനെ കാണാൻ പലവട്ടം മേഘ കൊച്ചിയിലേക്ക് പോയിരുന്നു. സുഗാന്ത് പലവട്ടം തിരുവനന്തപുരത്തും വന്നിട്ടുണ്ട്. എന്നാൽ യാത്രാ ചെലവുകൾ വഹിച്ചിരുന്നത് മേഘയായിരുന്നു. മേഘയ്ക്ക് മേൽ കൂടുതൽ ഭീഷണിയും ചൂഷണവും നടന്നതായി സംശയിക്കുന്നതായി കുടുംബം പറയുന്നു. ഫോൺ ഓഫാക്കി ഒളിവിൽ പോയ സുഗാന്തിനായുള്ള തിരച്ചിൽ IBയുടെ സഹായവും പോലീസ് തേടിയിട്ടുണ്ട്. മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമം ആരംഭിച്ചതായും സൂചനകളുണ്ട്. അതേസമയം സുഗാന്ത് ഒളിവിൽ പോയത് പോലീസിന്റെ വീഴ്ചയാണെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഈഞ്ചക്കൽ പരക്കുടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന പത്തനംതിട്ട അതിരുങ്കൽ കാരക്കക്കുഴി പൂഴിക്കാട് റിട്ടയർഡ് അധ്യാപകൻ മധുസൂദനന്റെയും പാലക്കാട് കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥൻ നിഷ ചന്ദ്രന്റെയും ഏക മകൾ മേഘയെ മാർച്ച് 24 പേട്ട റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തെ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പോലീസിന്റെ വീഴ്ചയാണ് ഇവ ഒളിവിൽ പോകാൻ കാരണമെന്ന് മേഘയുടെ അച്ഛൻ മധുസൂദനൻ ആരോപിക്കുന്നു. മകളുടെ മരണം അറിഞ്ഞപ്പോൾ തന്നെ സുഗാന്ത് സുരേഷുമായുള്ള ബന്ധവും പറഞ്ഞിരുന്നതാണ്. ഒരാഴ്ച പിന്നിടുമ്പോഴും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെന്നും കുടുംബാംഗങ്ങൾ പറയുന്നു. സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന കുടുംബമാണ് സുഗാന്തിൻ്റേത്. കല്ല് വെട്ടാനും മറ്റും ഉപയോഗിക്കുന്ന ടൂൾസ് കട നടത്തുകയാണ് പിതാവ്. അമ്മ റിട്ടയർഡ് അധ്യാപികയാണ്. ഏക മകനാണ് സുഗാന്ത്. വിവിധയിടങ്ങളിലായി നിരവധി ഭൂമി സുഗാന്തിന്റെ പിതാവ് വാങ്ങിയിട്ടുണ്ട്. ഇവർ നാട്ടുകാരുമായി യാതൊരുവിധ അടുപ്പവും സൂക്ഷിച്ചിരുന്നില്ല. തൊട്ടടുത്ത് താമസിക്കുന്ന അച്ഛൻ്റെ സഹോദരനുമായും ഏറെ നാളായി അടുപ്പത്തിലല്ല. നാട്ടിൽ സുഹൃത്തുക്കളൊന്നും സുഗാന്തിനില്ലെന്നും നാട്ടുകാർ പറയുന്നു. IB ഉദ്യോഗസ്ഥനാണ് സുഗാന്ത് എന്ന വിവരം പോലും നാട്ടുകാരിൽ പലരും അറിയുന്നത് ഇപ്പോഴാണ്. പൂജ, ജ്യോതിഷം ഉൾപ്പെടെ മതപരമായ വിശ്വാസം കാത്തുസൂക്ഷിക്കുന്നവരായിരുന്നു സുഗാന്തും കുടുംബവുമെന്നും പറയപ്പെടുന്നു. UPI അക്കൗണ്ട് വഴി 3.5 ലക്ഷത്തോളം രൂപയാണ് സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയത്. ഇതിൽ ഹോസ്റ്റൽ ഫീസിന് മറ്റ് ചെലവുകൾക്കുമായി 1.5 ലക്ഷത്തോളം രൂപ മേഘയുടെ അക്കൗണ്ടിലേക്ക് സുഗാന്ത് തിരിച്ചിട്ടതായി ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമാണ്. സ്റ്റേറ്റ്മെന്റിന്റെ പകർപ്പ് IBക്ക് നൽകിയിട്ടുണ്ട്. ഇത് IB പരിശോധിക്കും. അതിനുശേഷം തുടർ നടപടികളിലേക്ക് കടക്കും. ജൂലൈയിൽ എറണാകുളം ടോൾ പ്ലാസയിൽ നിന്ന് ഫാസ്ടാഗിലേക്ക് പണം പോയെന്ന സന്ദേശം എത്തിയത് ചോദിച്ചപ്പോഴാണ് മകൾ സുഗാന്തുമായുള്ള ബന്ധം വെളിപ്പെടുത്തിയതെന്ന് അച്ഛൻ മധുസൂദനൻ പറഞ്ഞു. മകൾക്കായി വാങ്ങിയ കാർ തൻ്റെ പേരിലുള്ളതാണ്. അതിനാലാണ് മെസ്സേജ് തൻ്റെ ഫോണിലേക്ക് വന്നത്. സുഗാന്തിനെ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ കുടുംബാംഗങ്ങൾ നേരിട്ട് സുഗാന്തിനെ കാണുകയോ വിളിക്കുകയോ ചെയ്യുന്നത് മകൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അതിനാൽ മകൾ പറഞ്ഞുള്ള അറിവ് മാത്രമേ സുഗാന്തിനെ പറ്റിയുള്ളൂ. മകളുടെ ഇഷ്ടങ്ങൾ അംഗീകരിക്കുന്നതിനും തയ്യാറായിരുന്നു. ഇപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോഴാണ് ശമ്പളം സുഗാന്തിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയതറിഞ്ഞത്. അതുകൊണ്ടാണ് കൂടുതൽ അന്വേഷണം ആവശ്യപ്പെടുന്നതെന്നും അച്ഛൻ മധുസൂദനൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മേഘയുടെ വീട് സന്ദർശിച്ചിരുന്നു. മേഘയുടെ മരണവുമായി ബന്ധപ്പെട്ട് വീട്ടുകാർക്കുള്ള സംശയങ്ങളും അന്വേഷിക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉറപ്പ് നൽകി. അന്വേഷണ പുരോഗതിയും IBയുടെ ഇടപെടലും സംബന്ധിച്ച വിവരങ്ങൾ സുരേഷ് ഗോപി ചോദിച്ചറിഞ്ഞു. IB തലത്തിലുള്ള അന്വേഷണം കൂടുതൽ ശക്തിപ്പെടുത്താൻ നിർദ്ദേശിക്കും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ വൈകുന്നതിനെപ്പറ്റി അന്വേഷിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു.